ഏകദേശം 5 ലക്ഷം രൂപ. അതാണ് 24-കാരിയായ ഒരു സൈപ്രസ് യുവതി അവരുടെ മുലപ്പാൽ വിറ്റുണ്ടാക്കിയ പൈസ. നമസ്കാരം, എൻ്റെ പേര് സംഗീത് സെബാസ്റ്റ്യൻ. ഞാനൊരു സെക്ഷുവാലിറ്റി റൈറ്ററും സെക്സ് എഡ്യൂക്കേറ്ററുമാണ്. ഇന്ന് നമ്മളിവിടെ സംസാരിക്കാൻ പോകുന്നത് വളരെ വിചിത്രമെന്ന് തോന്നിയേക്കാവുന്ന, എന്നാൽ വളരെയധികം പുരുഷന്മാർ കുടിക്കുകയും അവരുടെ ശരീരത്തിന് വളരെ ഗുണം ചെയ്യും എന്നൊക്കെ ചിന്തിക്കുകയും ചെയ്യുന്ന മുലപ്പാൽ ഡയറ്റ് അല്ലെങ്കിൽ ബ്രസ്റ്റ് മിൽക്ക് ഡയറ്റിനെ പറ്റിയാണ്. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണല്ലേ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ഒക്കെ ഒന്ന് ചെയ്യുമല്ലോ അല്ലേ. അതുപോലെ തന്നെ ആ ഒരു ബെൽ നോട്ടിഫിക്കേഷൻ കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ലേറ്റസ്റ്റ് ആയിട്ടുള്ള വീഡിയോസും നിങ്ങൾക്ക് ലഭ്യമാകുന്നതായിരിക്കും. കഴിഞ്ഞ വർഷം ബോളിവുഡിലെ വളരെ പ്രശസ്തനായ ഒരു നടനായ ആയുഷ്മാൻ ഖുറാനയുടെ ഭാര്യ താഹിറ കാശിഫ് അദ്ദേഹത്തിന്റെ ആരാധകരെ ഞെട്ടിക്കുകയും നാണം കെടുത്തുകയൊക്കെ ചെയ്ത ഒരു വെളിപ്പെടുത്തൽ നടത്തുകയുണ്ടായി. അവർ പറഞ്ഞത് അവരും ഭർത്താവുമായിട്ട് തായ്ലാൻഡിൽ ഒരു വിദേശ യാത്രയ്ക്ക് പോകുന്നതിനിടയിൽ അവരുടെ ഹോട്ടൽ മുറിയിൽ കുഞ്ഞിന് കുടിക്കാൻ വേണ്ടി വെച്ചിരുന്ന മുലപ്പാൽ ആയുഷ്മാൻ ഖുറാന അദ്ദേഹത്തിന്റെ പ്രോട്ടീൻ ഷേക്കിൽ മിക്സ് ചെയ്ത് കുടിച്ചു എന്നാണ്. അദ്ദേഹം കുടിച്ചതിന് ശേഷം ഭാര്യയോട് പറഞ്ഞത് ഇതായിരുന്നു: ഇറ്റ് വാസ് ഹൈലി ന്യൂട്രീഷ്യസ് ആൻഡ് ബ്ലെൻഡഡ് പെർഫെക്റ്റ്ലി. അതായത് മുലപ്പാലിന് വളരെയധികം പോഷക ഗുണമുണ്ടെന്നും അത് പ്രോട്ടീൻ ഷേക്കുമായിട്ട് വളരെ ഭംഗിയായിട്ട് ചേർന്ന് പോകും എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞതിൻ്റെ അർത്ഥം. ഈ ഒരു വെളിപ്പെടുത്തൽ കേട്ട് നമ്മൾ സ്തബ്ധരാകുന്നതിന് മുമ്പ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ലോകത്തിലെ ഒരു ചെറിയ ശതമാനം പുരുഷന്മാരെങ്കിലും ഒരു സ്ത്രീയുടെ മുലപ്പാലിന് വളരെയധികം പോഷകഗുണമുണ്ടെന്ന് വിശ്വസിക്കുകയും അതിനോടൊരു ലൈംഗിക ആകർഷണമൊക്കെ തോന്നുകയും ചെയ്യുന്ന ആളുകളാണ്. കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് 24-കാരിയായ ഒരു സൈപ്രസ് യുവതി അവരുടെ മുലപ്പാൽ വിറ്റുണ്ടാക്കിയത് ലക്ഷങ്ങളാണ്. വാർത്തകൾ പ്രകാരം അവർ ഏകദേശം 500 ലിറ്ററോളം മുലപ്പാലാണ് അവരുടെ കസ്റ്റമേഴ്സിനായിട്ട് വിറ്റത്. ഇത് വാങ്ങിയ ഭൂരിഭാഗം ആണുങ്ങളും ജിമ്മിലും മറ്റും പോകുന്ന ബോഡി ബിൽഡേഴ്സും ഞാൻ മുമ്പ് പറഞ്ഞ പോലെ അചേതന വസ്തുക്കളോട് ലൈംഗിക ആകർഷണം തോന്നുന്ന പുരുഷന്മാരുമൊക്കെയാണ്. ഈ ഇന്ത്യയിലും സൈപ്രസിലുള്ള പുരുഷന്മാർക്ക് മാത്രമാണ് മുലപ്പാൽ താല്പര്യം എന്ന് കരുതരുത് കേട്ടോ. ഈവൻ അമേരിക്കയിലും UK-യിലും ഒക്കെ മുലപ്പാൽ കൊണ്ടുണ്ടാക്കിയ ഐസ്ക്രീമും ലോലിപോപ്പും ഒക്കെ വാങ്ങിക്കാൻ കിട്ടും. ഇത് വാങ്ങി കഴിക്കുകയും കുടിക്കുകയും ചെയ്യുന്ന പല പുരുഷന്മാരും ധരിച്ചു വെച്ചിരിക്കുന്നത് ഒരു സ്ത്രീയുടെ മുലപ്പാലിന് അവരുടെ ശരീരത്തിന്റെ ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കാൻ സഹായിക്കുമെന്നുള്ളതാണ്. വേറെ ചിലർ കരുതുന്ന അവരുടെ നഷ്ടപ്പെട്ടു പോയ ആ ഉദ്ധാരണ ശേഷി തിരികെ കിട്ടുമെന്നാണ്. അതൊക്കെ കൊണ്ട് തന്നെ ഇന്ന് മുലപ്പാലിനായിട്ട് ഓൺലൈനിൽ ഒരു പ്രത്യേക വിപണി തന്നെയുണ്ട്. അവിടെ നിങ്ങൾക്ക് യാതൊരു പരിചയമില്ലാത്തൊരു സ്ത്രീയുടെ മുലപ്പാൽ എന്ന് വാങ്ങിക്കാൻ കിട്ടും. പക്ഷേ ഇത് എത്രത്തോളം സേഫ് ആയിട്ടുള്ള ഒരു പ്രാക്ടീസാണ്? 2015 ദ ജേർണൽ ഓഫ് റോയൽ സൊസൈറ്റി ഓഫ് മെഡിസിൻ പുരുഷന്മാരുടെ ഇടയിലുള്ള ഈ ഒരു ബ്രസ്റ്റ് മിൽക്ക് ക്രേസിനെ പറ്റി ഒരു പഠനം നടത്തുകയുണ്ടായി. ഈ പഠനത്തിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത്, അപരിചിതരായിട്ടുള്ള സ്ത്രീകളുടെ മുലപ്പാൽ ഓൺലൈനിൽ നിന്നും മറ്റും വാങ്ങി കുടിക്കുകയാണെങ്കിൽ അവിടെ ഗുണത്തേക്കാളേറെ ദോഷം ചെയ്യുമെന്നായിരുന്നു. ഇതിൻ്റെ പ്രധാന കാരണമായിട്ട് പറഞ്ഞത് ഓൺലൈനിൽ വിൽക്കുന്ന മുലപ്പാലിൽ കണ്ടുവരുന്ന കീടാണുക്കളുടെ അളവ് വളരെ കൂടുതലാണെന്നുള്ളതാണ്. ഇത് സംഭവിക്കുന്നത് പ്രധാനമായിട്ടും അവിടെ ഒരു വേണ്ട രീതിയിൽ പാസ്ചറൈസേഷൻ നടക്കാത്തതുകൊണ്ടാണ്. ഈ മുലപ്പാൽ എന്ന് പറയുന്നത് പശുവിൻ്റെ പാല് മാതിരി ഒരു കൊമേഴ്ഷ്യൽ യൂസിന് വേണ്ടി ഉൽപ്പാദിപ്പിക്കുന്ന ഒന്നല്ല, അത് ആ കുട്ടിയുടെ വളർച്ചയ്ക്ക് വേണ്ടിയുള്ളതാണ്. അതുകൊണ്ട് തന്നെ മുലപ്പാൽ ഒരു കൊമേഴ്ഷ്യൽ യൂസിന് വേണ്ടി വിൽക്കുമ്പോൾ അവിടെ അത് ശുദ്ധീകരിച്ച് കീടാണു വിമുക്തമാക്കി വേണ്ട രീതിയിൽ വിൽക്കാനൊക്കെയുള്ളൊരു സാധ്യത വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ അവിടെ ആ മുലപ്പാലിലൂടെ HIV, ഹെപ്പറ്റൈറ്റിസ് B, സിഫിലിസ് മുതലായ പകർച്ചവ്യാധികൾ ഉണ്ടാകാനുള്ള ഒരു സാധ്യത വളരെ കൂടുതലാണ്. ഇനി നിങ്ങൾ നിങ്ങളുടെ പാർട്ട്ണറിൻ്റെ അല്ലെങ്കിൽ ഭാര്യയുടെ മുലപ്പാൽ കുടിച്ചെന്ന് പറഞ്ഞ് പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല കേട്ടോ. കാരണം അത് നിങ്ങൾക്ക് അറിയാവുന്ന ഒരു വ്യക്തിയാണ് എന്നുള്ളത് കൊണ്ട് തന്നെ. ഇനി പറയുന്ന പോലെ വളരെയധികം പൈസയൊക്കെ മുടക്കി വാങ്ങാൻ മാത്രമുള്ള ഒരു പോഷക ഗുണം സത്യത്തിൽ മുലപ്പാലിനുണ്ടോ? 2015 നടത്തിയ പഠനപ്രകാരം മുലപ്പാലിലുള്ള ആ ഒരു പ്രോട്ടീൻ കണ്ടന്റ് പശുവിൻ്റെ പാലിനെക്കാട്ടിലും വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ അത് നിങ്ങൾ കുടിച്ചെന്നും പറഞ്ഞ് നിങ്ങളുടെ ഇമ്മ്യൂണിറ്റി വർദ്ധിക്കുകയോ മസിൽ വർദ്ധിക്കുകയോ ഒന്നും ചെയ്യത്തില്ല. നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ ഉദ്ധാരണശേഷിയും തിരികെ കിട്ടാൻ പോകുന്നില്ല. അതുകൊണ്ട് മുലപ്പാൽ കുടിക്കുന്നത് വഴി ആ വ്യക്തിയുടെ തൃപ്തിക്കപ്പുറം അതുകൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ല. ഇതോടുകൂടി ഈ വീഡിയോ അവസാനിക്കുകയാണ്. ഈ വീഡിയോ ഞാൻ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാരുമൊത്ത് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. ഈ വീഡിയോയെ പറ്റി എന്തെങ്കിലും അഭിപ്രായമുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ ഏതെങ്കിലും പുതിയ വിഷയത്തെപ്പറ്റി ഞാൻ വീഡിയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ സജസ്റ്റ് ചെയ്യുക, തീർച്ചയായിട്ടും ചെയ്യുന്നതായിരിക്കും. സോ അണ്ടിൽ നെക്സ്റ്റ് ടൈം, ദിസ് ഇസ് സംഗീത് സെബാസ്റ്റ്യൻ സൈനിങ് ഓഫ് ഫോർ VVox.